നമസ്കാരം, ന്യൂസ് 7 പേരാമ്പ്രയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലയിൽ രാസലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്തുന്നതിന് കോഴിക്കോട് റൂറൽ ജില്ലയിൽ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ.ഇ. ബൈജു IPS അറിയിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലയിൽ രാസലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്തുന്നതിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലയിൽ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവ വഴിയും മറ്റ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വഴിയും പ്രചാരണം നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് 1, 2, 3. ഒന്നാം സ്ഥാനക്കാർക്ക് 3000 രൂപയുടെ ക്യാഷ് അവാർഡ്, സെക്കൻഡ് 2001, തേർഡ് 1001. അത് കൂടാതെ ഈ പോലീസ് സ്റ്റേഷനിലെ SHOമാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അസംബ്ലി കൂടുമ്പോൾ ഒരു 15 മിനിറ്റ് ആ അസംബ്ലിനെ അഡ്രസ് ചെയ്യണം പോലീസ് ഓഫീസർമാർ. ഇതിനെ കുറിച്ചുള്ള ഈ സംഭവത്താണ് ഈ ഡ്രഗിനെതിരായിട്ടുള്ള അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. 23-ാം തീയതി വടകര ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 26-ാം തീയതി താമരശ്ശേരിയിൽ അവസാനം. അപ്പൊ ഇത് ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കടന്ന് പോകുമ്പോൾ അതായത് SHOമാർ അതാത് സ്ഥലങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിട്ട് വ്യാപാര വ്യവസായി, മറ്റുള്ള സന്നദ്ധ സംഘടന, ബിസിനസ് അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷനോടെ ഒരു ക്യാമ്പയിൻ ഈ ഡ്രഗിന്റെ ഈ ഒരു സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് അവബോധം ഉണ്ടാക്കുക, അതിനുള്ളൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് ഇതിനെതിരായിട്ട് അന്ന് ആ സൈക്കിളിൽ പങ്കെടുത്തിട്ട് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ആ റിപ്പോർട്ട് ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ കുട്ടിയുടെ ഒരു അനുവദിക്കുന്ന ചടങ്ങ് കൂടി ഒരു കൾമിനേഷനായിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ പോലീസിന്റെ ആളുകൾ, കൂടാതെ ഈ ഷട്ടിൽ കളിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ അവരെ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഷട്ടിൽ ടൂർണമെന്റ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിലാണ്. ഇപ്പൊ ഈ സൈക്കിൾ റാലി സംബന്ധിച്ചിട്ട് അതിനെ ന്യൂ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സംഗതിയിൽ മറ്റുള്ള ഇതര സംഘടന, ഇപ്പൊ IPN അക്കാഡമി ഉണ്ട്, അവര് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ കോളേജുകള്, സ്കൂളുകള് അവരൊക്കെ പങ്കിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിന്റെ കൂടെ പോലീസിന്റെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അവരും കൂടെ അതിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു അനൗൺസ്മെന്റ് വാഹനമുണ്ട്. ആ കൂട്ടത്തിൽ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഇതിനെതിരെയുള്ളൊരു പ്രചാരണം ആളുകളുടെ ഇടയിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ അറിയാം, ഒത്തിരി പാർട്ടിസിപ്പേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജില്ലയിൽ തന്നെ 1000ഓളം കേസുകൾ പിരിച്ചു. അതേപോലെ MDMA, കഞ്ചാവ്, അങ്ങനെയുള്ള ബ്രൗൺ ഷുഗർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. കുറെ കേസുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങളുടെ പങ്കാളിത്തത്തിൽ തന്നെയാണ്. ഇനി അത് തുടർന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അതുകൊണ്ടാണ് ഈ ഒരു നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ആളുകൾ അറിയണം, പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, അതാണ് അറിയിക്കാനുള്ളത്.